ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വാട്ടർമെലൺ സ്റ്റോറീസ്. ആള് കുറെ നാൾക്ക് ശേഷമാണ് ദേ ഇപ്പൊ കാറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോ ഇന്ന് നമ്മുടെ പുതിയ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുടിയൊക്കെ ഇന്നൊന്ന് വെട്ടും അല്ലേ മധു? അത്ര കുറച്ച് ആകോടെ ഉള്ളൂ. ജസ്റ്റ് 9 വട്ടം പിന്നെ ഒന്ന് ക്ലീൻ അപ്പ് ചെയ്യണം. അതേപോലെ തന്നെ സഞ്ജു ഒന്ന് അടിമുടി മാറും. ഞാനും ഒന്ന് മാക്കാനായിരിക്കുന്ന സഞ്ജു മനുഷ്യക്കോലത്തിലാവും. ഇല്ലില്ല, മാക്കാനായിരിക്കണമെന്നല്ല, ഇതും ആൾക്കാര് നല്ലതെന്ന് പറയുന്നുണ്ട്. ആരാണാവോ, എനിക്കിഷ്ടല്ല. അതെ, ഇവർക്ക് ഇഷ്ടമല്ല, പക്ഷെ നല്ലതെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. ആളുടെ സ്വയം ഇഷ്ടപ്രകാരമാണ് വെട്ടാൻ തീരുമാനിച്ചത്. നോട്ട് ദ പോയിന്റ്. അല്ല, പിന്നെ ചൂടൊക്കെ ആണല്ലോ, അതുകൊണ്ടൊന്ന് മുടിയൊക്കെ ഒന്ന് വെട്ടാൻ. പിന്നെ ഈ ജിമ്മിലൊക്കെ പോണോണ്ട് ഈ വേർപ്പൊക്കെ വെറുതെ ഇറങ്ങി ജലദോഷമൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പൊ ബെറ്റർ ഒന്ന് മുടിയൊക്കെ ഒന്ന് വെട്ടി നന്നാവാന്ന് വിചാരിച്ചു. യെസ്, അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇവളുടെ മുടിയൊക്കെ ഒന്ന് വെട്ടാൻ വേണ്ടി നമ്മുടെ ആലുവ ട്രൈബിലാ പോണേ. അപ്പോയിന്റ്മെന്റ് എടുത്തുണ്ട്. ദൈവത്തിന് അറിയാം അവിടെ ഉണ്ടാവോ. നമ്മള് തുറക്കണൊക്കെ മുന്നേ തന്നെ ഇപ്പൊ അങ്ങടേക്ക് പോവാൻ പോവാ, അതുകൊണ്ട് അതെ ഇപ്പൊ തുറന്നുണ്ടാവും. അതെ, അപ്പൊ നമുക്ക് എന്തായാലും അവിടെ ചെന്ന് ഇവളുടെ മുടി പരിപാടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ എന്റെ മുടി വെട്ടണ ചേട്ടനൊന്ന് വിളിക്കണം. അതൊരു ഹിന്ദിക്കാരൻ ഭായിയാണ്. അപ്പൊ അവനൊന്ന് വിളിച്ച് റെഡിയാക്കിയിട്ട് വേണം എന്റെ വെട്ടാൻ. അപ്പൊ നമുക്ക് പോവാം. ബൈ ദ വേ, ആള് കാർ ഓടിച്ചിട്ട് കുറെ ആയിന്നൊക്കെ പറഞ്ഞെങ്കിലും കാറ് പറപ്പിക്ക് 100-120 എന്റെ മോനെ കുറച്ചായ ഒരു 2 മാസമെങ്കിലും മിനിമം ആയിട്ടുണ്ടാവും കാർ ഓടിച്ചിട്ട്. കാർ ആദ്യം ഓണാക്കിപ്പേ ഓണാവള്ള ഞാൻ ദൈവമേ ബാറ്ററി പോയ അച്ഛൻ വെട്ടും. 10,000 രൂപയും കൊടുത്ത് ബാറ്ററി മാറ്റിയുള്ളൂ. പിന്നെ ഓണായി. അങ്ങനെ തന്നെ വേഗം എടുത്തു. കേൾപ്പിക്കാനൊന്നും കൂടുതൽ അല്ല, ഞാൻ പിന്നെ വിചാരിച്ചു ഇവള് കുറച്ചായി കാറൊക്കെ ഓടിച്ചിട്ട്, പിന്നെ ഇതിങ്ങനെ ഓടിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് വന്ന് പഠിപ്പിച്ചതായിരുന്നു. ഇനിയും എനിക്ക് വയ്യ, ഇനി കുത്തിരുന്ന് പഠിപ്പിക്കണം. അതൊക്കെ നിന്റെ ഒരു ഡ്യൂട്ടിയാണ്. അതെ, എന്നും മൊത്തം വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാം. എന്നും വെച്ചിട്ട് എപ്പോഴും പഠിപ്പിച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇനി ഇരിക്കാൻ പോണം ജീവിതകാലം മൊത്തം പഠിപ്പിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന് നീ കാർ എടുക്ക്, നീ തന്നെ ഓടിച്ചോണ്ട് പോവാ എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല, നീ എന്നെ ഓടിച്ച് എന്റെ വീട്ടിൽ വന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആള് ധൈര്യത്തോടെ ഒക്കെ ഓടിച്ചോണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു കുഴപ്പമൊന്നുമില്ല. എന്റെ അടുത്ത് ചോദിച്ചു 59 സെക്കൻഡിൽ ഇറങ്ങ ഫസ്റ്റ് ഇറങ്ങുന്നത്. 59 ഞാൻ പറഞ്ഞ, ഞാൻ അത്രയ്ക്കും വണ്ടിയൊന്നുമല്ല. അയ്യോടാ സിഗ്നല് പോടാ. എന്നാ നീ പറ, 59 എത്രയിൽ ഇടണം? 59 എത്രയിൽ ഇടണം? സിഗ്നല് പോയി. 59 എത്രയിൽ ഇടണം? സ്ലോ ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റിൽ ഇടണം, കാരണം വണ്ടി എന്തായാലും നിക്കും. ഈ മാക്സിന്റെ ബിൽഡിങ്ങും ഇവളുടെ ട്രൈബിന്റെ ബിൽഡിങ് ഏറെക്കുറെ ഒരു ബിൽഡിങ്ങാണ്. പക്ഷെ പാർക്കിംഗ് സെയിം ആണോ അത്? കഷ്ടത്, കാറൊക്കെ കൊറേ നേരമായി, 3 മണിക്കൂർ പോയി. എന്റെ മോനെ സീനല്ലേ. കാറൊക്കെ പാർക്ക് ചെയ്തത് മധുമിത ഡ്രൈവർ, F1 ഫോർമുല ഡ്രൈവർ. ഏതാണ്ട് F1 കാർ ഓടിച്ച് ഇങ്ങോട്ട് വാ, ലിഫ്റ്റ് ഇവിടെ. F1 കാർ ഓടിച്ച് കഷ്ടപ്പെട്ട പോലെയാണ് മധുവിന്റെ. അതെ, ബീറ്റ മധു, സോറി മധു, എന്താ പറഞ്ഞവര്? എന്താ റൊമാൻറ്റിക് എന്താ പറയണ്ടായല്ലോ? 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിന് അത്ര നേരം വെയിറ്റ് ചെയ്യണേ? അത് അവരോട് പോയി ചോദിക്കാറുന്നില്ലേ, ഞാൻ ഓക്കെ പറഞ്ഞിങ്ങോട്ട് പോകും. നീ എന്തൊക്കെ ചെയ്യാൻ പോണേ? ഞാൻ ക്ലീനപ്പ് ചെയ്യണം. ഇവിടെയൊക്കെ കുറച്ച് ഇരിപ്പുണ്ട്, മറ്റേത് അതിന് പറയണേ, വൈറ്റ് ആയിട്ടും ഡാർക്ക് ബ്ലാക്ക് ഇട്ടൊക്കെ, അതൊക്കെ ഒന്ന് വേണം ത്രെഡ് ചെയ്യണം. മുടി ഒന്ന് ട്രിം ചെയ്യണം. ട്രിം ചെയ്യണം. ഈ അറ്റമൊക്കെ സ്പ്ലിറ്റ് വരും, അല്ലെങ്കിൽ ഇങ്ങനെ വെട്ടാതിരുന്ന അത് അവള് കേറിപ്പോയിട്ട് 1.5 മണിക്കൂറായി. 1 പോസ്റ്റ്. അയ്യോ, വന്നു. എന്തായി മാധു? അങ്ങനെ ഞങ്ങൾ കള്ളപ്പരിപാടികളെല്ലാം കഴിഞ്ഞ്
ഇന്ന് സഞ്ജു ആണ് ഇൻചാർജ് അടുത്ത ഡ്രൈവിങ്ങിന്റെ. അവിടെ ഇവിടുന്ന് 2 മിനിറ്റ് ഉള്ളൂ അവിടെ വരേക്കും. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് ബസ് ഉള്ളിൽ കയറി. ഹായ് സഞ്ജു. ഹായ് മധു. ഓ മുടിയൊക്കെ സ്റ്റൈൽ ചെയ്ത് ലുക്ക് ആയണ്ടല്ലോ. ആ എന്ത് ചെയ്യാനാ, ചെറിയ വിഷമത്തെ കൊണ്ട് പിരാന്ത് പിടിക്കുന്നു. നമുക്ക് കഴിക്കാൻ പോവാം. എവിടെ നമ്മള് പോണേ കഴിക്കാൻ? ബർഗർ ജംഗ്ഷൻ. ഓ ഞാൻ സുന്ദരിയായി, അല്ലേ തന്നെ സുന്ദരിയാണ്. ഞങ്ങളിപ്പോ ബർഗർ ജംഗ്ഷനിൽ പോയി കഴിക്കുക. വഴിയിൽ എനിക്ക് വിശന്നിട്ട് പാടില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ബർഗർ ജംഗ്ഷൻ എത്തി. ഇനി പോയി എന്തെങ്കിലും കഴിക്കാം. ബീസ്റ്റ് ഉണ്ട്. അതില് വിജയ് വന്നിരിക്കും, ഇവിടെ ബാറ്റ്മാൻ വന്നിരിക്കണം. സോ ഗൈസ് അങ്ങനെ ഞങ്ങളുടെ ബർഗർ വന്നു. അതിനെ പൊതിഞ്ഞിട്ട് കിട്ടി വന്നേക്കണേ. ഇത് അങ്ങനെ തിന്നാൻ ഇതിങ്ങനെ ഞെക്കുമ്പോ തന്നെ എനിക്ക് തോന്നുന്നു ഒന്നും പറ്റില്ല. പിന്നെ ഞങ്ങളൊരു ഷേക്കും പറഞ്ഞിട്ടുണ്ട്, കഴിച്ചു നോക്കാം. ഇത് മയോണൈസ് ഒന്നുമില്ല. പിന്നെ മയോണൈസ് ഉണ്ട്, ഷവർമ. ശരിയാണല്ലോ. സഞ്ജു ഈറ്റ്. ഫസ്റ്റ് കടി എങ്ങനെയുണ്ട്? ആണോ? ശരിക്കും കൊള്ളാം. എന്റെ ബർഗർ ഞാൻ അവൾക്ക് കൈമാറിയേക്കാണ്. അല്ലേ എങ്ങനെയുണ്ട്? എന്തോന്ന് എന്ത് ഭാഷയും പറയണേ? വെക്കുമ്പോ തന്നെയാണ് അലിഞ്ഞുപോയി. മറ്റവർക്കൊക്കെ പാറ്റിന്ന് പറയുന്ന പച്ച വെച്ചൊരു അത് വെക്കലും അലിഞ്ഞങ്ങനെ പോയി പായസം പോലെ. എന്റെ എന്താവും തുറന്നു നോക്കണം ബർഗർ. എങ്ങനെയുണ്ട്? നല്ല എന്റെ മേറ്റക്കായി. കൊള്ളാം. ഇത് നമ്മുടെ മക്ഡൊണാൾഡ്സിനൊക്കെ മേടിക്കണത്തൊരു ഫീല്. പക്ഷെ ഇത് എനിക്ക് ബീഫിന്റെ ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇത് കൊള്ളാട്ടോ. ഗുഡ് ഡിസിഷൻ ദിസ് വൺ. ഞങ്ങൾ കഴിക്കട്ടെ. സോ അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾ നല്ല കലക്കം ബർഗർ കഴിച്ചു. കലക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാം. ഞാൻ ബീഫിന്റെ ഒരു ബർഗർ കഴിച്ചേ, ഇവള് ചിക്കന്റെ ഒരു ബർഗർ കഴിച്ചേ. പക്ഷെ ബീഫാണെങ്കിൽ ചിക്കൻ ആണെങ്കിൽ നമ്മൾ ഈ കടിക്കുമ്പോ ഭയങ്കര എന്താ പറയാ ജ്യൂസി അലിഞ്ഞു പോകും. എന്താ ആ ബേർഡ് വായ വരുന്നത്? എന്തായാലും ഒരു ഇങ്ങനെ മടക്കി തിന്ന് തീർത്തു. സത്യം അല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഇവളുടെ വേഗം കഴിഞ്ഞു. ഇനി ഇവള് കഴിക്കേണ്ട സ്പീഡില് വേഗം കഴിഞ്ഞതാണോ? അല്ല, പക്ഷെ അത് ആക്ച്വലി അലിഞ്ഞു പോവാ. അതെ, ഭയങ്കര ടേസ്റ്റ്. കുറെ നാളായി ബർഗർ കഴിച്ചിട്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിടയ്ക്ക് നമ്മൾ എപ്പോഴും മറ്റേ KFC അല്ലെങ്കിൽ നമ്മുടെ മെക്ഡിന്ന് കൂടുതലും കഴിച്ചോണ്ടിരിക്കണേ. അപ്പം ഇവിടെ അങ്ങനത്തെ ഷോപ്പ് ഇല്ല, ബർഗറിന് വേണ്ടി ഒരു ഷോപ്പ് ഉണ്ടായില്ല. അതെ, അപ്പൊ നമ്മൾ ഈ വർക്കൗട്ടുകളൊക്കെ തുടങ്ങിയോണ്ട് നമ്മൾ ഈ ബർഗർ അല്ലല്ല വർക്കൗട്ട് തുടങ്ങിയതുകൊണ്ട് നമ്മൾ ബർഗർ കഴിക്കലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന് ശേഷമാണ് ഇപ്പൊ ഇന്നൊന്ന് കഴിച്ചത്. അത് ഈ കട ആക്ച്വലി ഇവള് പറഞ്ഞെന്തോ ഭയങ്കര അടിപൊളി കടയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തായാലും ഒന്ന് കയറാന്ന് വിചാരിച്ച. എനിവേ കിടിലം, മസ്റ്റ് ട്രൈ. ആ ബീഫിന്റെ പേരെന്തായിരുന്നു? ബീസ്റ്റ് ബർഗർ. അതാ ഞാൻ മേടിച്ചത്. ഇവള് മേടിച്ചത് അതും അടിപൊളി. പിന്നെ ജ്യൂസ് ഓഫ് കോഴ്സ് അല്ലെങ്കിൽ ഷേക്ക് ഓഫ് കോഴ്സ് അതൊക്കെ നോർമൽ വലിയ സ്പെഷ്യൽ ഒന്നും ഉണ്ടായില്ല. പക്ഷെ മറ്റേത് രണ്ടും മസ്റ്റ്. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. സോ അങ്ങനെ മുടിയൊക്കെ ചെയ്ത് വന്നിട്ട് ഇനി നമ്മളെങ്ങടാ പോകുന്നേ? നമ്മൾ എടുക്കാത്തല്ലോ പോവാ. നമ്മൾ സൈക്കിള് ശരിയാക്കാൻ കൊടുക്കാൻ പോവാ. കുറച്ച് കാലങ്ങൾക്ക് ശേഷം വി ആർ ടേക്കിംഗ് അവർ സൈക്കിൾ. അതും ഞാൻ കാരണം.
അത് ഞാൻ പറഞ്ഞില്ല സൈക്കിൾ ഓട്ടണം സൈക്കിൾ ഓട്ടണം എന്ന് പറഞ്ഞാൽ ഇവനെ ഓട്ടണമെന്നൊന്നുമല്ല. അച്ഛൻ ആദ്യമേ പറഞ്ഞു ഈ സൈക്കിൾ എന്തെങ്കിലും എനിക്ക് ചവിട്ടണം ആഗ്രഹം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിന് സഞ്ജു പറഞ്ഞു പിന്നെ സൈക്കിൾ സ്റ്റാർട്ട് ഒരു പ്രചോദനം കൊടുത്തപ്പോഴേക്കും അച്ഛൻ എന്നാ വാങ്ങും ശരിയാക്കാൻ പോകും. ഡീക്കാത്തലോണിന്ന് വാങ്ങി. അപ്പൊ അവിടെ പോയി സാധനം കൊടുത്ത് ഒന്ന് സർവീസ് ചെയ്യണം. പിന്നെ അത് ഫുൾ ഏറെക്കുറെ ഉപയോഗിക്കാൻ ടയറൊക്കെ പോയി. ഈ വീട്ടിൽ വന്നതിന് ശേഷം സൈക്കിൾ ഉപയോഗിച്ചിട്ടില്ല. ശംഖു +1 പഠിക്കുന്ന സമയത്തും കണ്ടാ മേടിച്ചു കൊടുത്തത്. 4-5 കൊല്ലമായി. അപ്പൊ ഓടിച്ചു, പിന്നെ കുറച്ച് ഓടിച്ചു. ഇവിടെ വന്ന ശേഷം ഓടിച്ചിട്ടില്ല. എന്തായാലും 1.5 year ആയിട്ട് ഇതുവരെ ഓടിച്ചിട്ടില്ല. ഇനി എനിക്ക് ഡിഗത്തിലേക്ക് വന്നിട്ടാണ് എന്റെ മുടിയൊക്കെ ഒന്ന് വെട്ടാൻ. അതിന് നടക്കൂടെ? മണി 3:30 സമയമുണ്ട്. അങ്ങനെ ശരിയാക്കാം. അമ്മയും വരുന്നുണ്ട്. അപ്പൊ നമ്മള് 3 കൂടി ഡിക്കാത്തലോൺ പോവാം. അങ്ങനെ ഞങ്ങൾ ഡിക്കാത്തലോൺ എത്തി. ഡിക്കാത്തലോണിലെത്തി. ഇനിയിപ്പോ സഞ്ജു സൈക്കിൾ എടുക്കുക. അമ്മ ഓടിപ്പോയി അമ്മയ്ക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കാൻ പോയിട്ടുണ്ട്. ബിക്കോസ് വി ഡോണ്ട് ഹാവ് ടൈം. നമ്മൾ ഇറങ്ങണ വഴിക്ക് നമ്മൾ കുറേ വേറെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. കുറച്ച് പ്ലാൻസ് വന്നു. സോ നമുക്ക് ധൃതിയായി, സമയമില്ല. അങ്ങനെ സഞ്ജു സൈക്കിളൊക്കെ ഇറക്കി. ഇനി നമുക്ക് ഉന്തിക്കൊണ്ട് പോകണം. സീറ്റ് നോക്ക്, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല ഇതാക്ക് ലെവൽ ചെയ്ത് വെക്കുന്ന. അത് വരുമ്പോ എടുക്കാം. വരുമ്പോ ലെവൽ ചെയ്യാം. എന്തായാലും എനിക്ക് അവിടെ ഇരിക്കണം. പിടിച്ചേ സൈക്കിൾ പിടിച്ചേ. സീറ്റ് നോക്കട്ടെ. ഓക്കെ. കാരണം പ്രയോറിറ്റി OCD ഉള്ള സഞ്ജു എല്ലാം ക്ലീൻ ചെയ്യാണ്. ഞാൻ വന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞതാ. ഞാൻ സൈക്കിളൊക്കെ പുറത്തേക്ക് ഇറക്കി കൊടുത്തു. മധുമിത ഇപ്പതേ സൈക്കിളൊക്കെ ഉന്താൻ പോകുന്നു. സൈക്കിൾ ഉന്താനായിട്ട് ഇനി കോഴ്സ് എടുക്കണായിരിക്കും. നീ കോഴ്സ് എടുത്തോ, എനിക്ക് പ്രശ്നമില്ല. നീ കോഴ്സ് എടുക്കണേല് അത് എന്താ ബുക്ക് ചെയ്യണം. ഒരാഴ്ച മുന്നേ ബുക്ക് ചെയ്യണമായിരുന്നല്ലേ. സൈക്കിൾ നമ്മൾ കുറെ നേരം കെഞ്ചി കാല് പിടിച്ച് ചേട്ടൻ അവസാനം അടുത്ത ബുക്കിംഗ് എടുത്തു അല്ലേ? അത് എനിക്കും ഇങ്ങനെ സ്വിമ്മിംഗ് ഒക്കെ പഠിക്കാൻ പോകണം. നല്ല ബെസ്റ്റ് സമയം, മഴക്കാലം മഞ്ഞുള്ളൂ. അപ്പൊ സ്വിമ്മിങ്ങും പഠിച്ചോ? അങ്ങനെ ഞങ്ങൾ ഡിക്കാത്തലോണിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചു. മമ്മി എവിടെ? മമ്മി മേടിച്ച ഐറ്റംസ്. ഇനിയിപ്പോൾ നമ്മൾ എവിടെയാണ് പോണത്? നമ്മൾ എടപ്പള്ളി പള്ളി. അതെന്താണ് പള്ളിയിലെ സ്പെഷ്യൽ? കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് പോവാം. എടപ്പള്ളി പള്ളി പോയിട്ട് എത്ര കൊല്ലായിട്ടുണ്ടാവും? എടപ്പള്ളി പള്ളിയിൽ ഞാൻ പോയിട്ടില്ല. നമ്മൾ പോയിട്ടുണ്ട്. ഞാൻ കുഞ്ഞായിരുന്നു അപ്പോഴാ പോയത്. പിന്നെ നമ്മൾ പോയിട്ടില്ല. നമ്മൾ അത് കൂടെ ക്രോസ് ചെയ്ത് പോകാനല്ലാണ്ട്. സോ എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ അവിടെ പെരുന്നാൾ നടക്കുക. കാണാം, കാഴ്ചകളൊക്കെ കാണാം, കടകളൊക്കെ ഉണ്ടാവും. നമ്മുടെ പോവാ. ഞങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി എടപ്പള്ളി പള്ളിയിൽ പോയില്ല. ഒടുക്കത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ബ്ലോക്കും പോരാത്തതിന് അവിടെ പാർക്കിങ് ഫുള്ളോ. ഞങ്ങൾ പിന്നെ വണ്ടി എവിടെ ഇടും സഞ്ജു? ഇടാൻ സ്ഥലമൊന്നുമില്ല. ഞങ്ങൾ തിരിച്ചു പോവാ അല്ലേ മമ്മിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പോളോ. ഭയങ്കര എന്താ ടാക്സി പോലും നിർത്തുന്നില്ല. പോലീസ് പോന്ന് ഓടിക്കും. അപ്പൊ ഞങ്ങൾ ഈ വണ്ടി എവിടെ കൊണ്ടുപോയിടുന്ന ഒരു ഐഡിയ ഇല്ല. മെട്രോയ്ക്ക് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് നടന്നാൽ മതിയായിരുന്നു പെട്ടെന്ന് എത്തിയാനെ. പിന്നെ ഇത് പ്ലാൻഡ് ആയിരുന്നില്ലല്ലോ അല്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. ഇറ്റ്സ് ഓക്കെ. പള്ളി അവിടെ തന്നെ ഉണ്ടല്ലോ, നമ്മൾ ഇനിയും പോകും. അങ്ങനെ എല്ലാ കലാപരിപാടികളും കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. സഞ്ജു ആക്ച്വലി മുടിയൊക്കെ വെട്ടാൻ പോയിരിക്കും. അതിന് വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അൺഫോർച്ചുനേറ്റ്ലി. സോ ആളെന്തായാലും നല്ല കുട്ടപ്പനൊക്കെ ആയിട്ടേ വരുള്ളൂ, അറിയാലോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെന്താ, അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നതായിരിക്കും. ബൈ.